നമസ്കാരം. പോലീസ് അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി നിഷാദ് പി ചന്ദ്രൻ ചട്ടം ലംഘിച്ച് തിരുവല്ല ഡിവൈഎസ്പി ഓഫീസിൽ ജോലി ചെയ്യുന്നുവെന്ന് ആക്ഷേപമുയരുന്നു. നിഷാന്ത് പ്രതിയായ മർദ്ദന കേസ് തിരുവല്ല ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ നടക്കുമ്പോഴാണ് ഇതേ കേസ് രജിസ്റ്റർ ചെയ്ത തിരുവല്ല സ്റ്റേഷനിൽ ഇയാൾ ജോലിയിൽ തുടരുന്നത്. തിരുവല്ല സ്റ്റേഷനിലെ CPO ആയിട്ടുള്ള നിഷാന്തിനെ ഡിവൈഎസ്പി ഓഫീസിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. 5 വർഷത്തിലേറെയായി ഇയാൾ തിരുവല്ല സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നു. 3 വർഷത്തിൽ കൂടുതൽ ഒരാളെയും ഒരു സ്റ്റേഷനിൽ ജോലി ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല. എന്നാൽ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എന്ന പിൻബലത്തിൽ ഇവിടെ ഇയാൾ ഇരിപ്പുറപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല, നിഷാദിന്റെ മാതൃ സ്റ്റേഷനാണ് തിരുവല്ല. നഗരത്തോട് ചേർന്ന ചുമത്ര എന്ന സ്ഥലത്താണ് നിഷാദിന്റെ വീട്. നിഷാദിനെതിരെ ഗുരുതരമായ നിരവധി ആരോപണങ്ങൾ നിലവിലുണ്ട്. അതിലൊന്നാണ് ഗുണ്ടാബന്ധം. പീച്ചി സ്വർണ്ണക്കവർച്ച കേസിൽ 1-ാം പ്രതി തിരുവല്ല സ്വദേശി റോഷൻ, 10-ാം പ്രതി കിരൺ എന്നിവരുമായി നിഷാന്തിന് അടുത്ത ബന്ധമുള്ളതായി രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം നിഷാന്ത് ഒരുക്കിയെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ അസോസിയേഷനുമായി അടുത്ത ബന്ധമുള്ളതിനാൽ ഇയാൾക്കെതിരെ ഒരു നടപടിയും വന്നില്ലെന്ന് മാത്രമല്ല, ഈ സ്റ്റേഷനിൽ തന്നെ നിലനിർത്തുകയും ചെയ്തു. തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ 2019 രജിസ്റ്റർ ചെയ്ത കേസിലാണ് നിഷാന്ത് പി ചന്ദ്രൻ പ്രതിയായിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് നേതാവ് ജിജോ ചെറിയാനെയും മറ്റും കോവിഡ് സമയത്ത് മർദ്ദിച്ചതിനാണ് കേസെടുത്തിട്ടുള്ളത്. കോടതിയിൽ വിചാരണ തുടരുന്ന കേസ് അട്ടിമറിക്കാൻ നിഷാന്തിന് എളുപ്പം കഴിയുമെന്നാണ് പരാതി. കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷനിൽ തന്നെ ജോലി ചെയ്യുന്നതിനാൽ തെളിവുകൾ നശിപ്പിക്കുന്നതടക്കമുള്ള പ്രവൃത്തികൾ ഇയാൾക്ക് ചെയ്യാൻ കഴിയുമെന്നതാണ് വാദിഭാഗം വഹിക്കുന്നത്. അസോസിയേഷൻ നേതാവ് എന്ന നിലയിൽ കേസുകളിൽ വഴിവിട്ട് ഇടപെടുന്നതായും നിഷാന്തിനെതിരെ പരാതിയുണ്ട്. മദ്യപിച്ച് വാഹനമോടിച്ച് പിടിക്കപ്പെടുന്ന സുഹൃത്തുക്കളെ ഇറക്കി വിടുന്നതിനും മറ്റും വേണ്ടി ഇയാൾ സ്റ്റേഷനിൽ വിളിച്ച് സ്വാധീനം ചെലുത്താറുണ്ടെന്ന് പറയുന്നു. അസോസിയേഷൻ നേതാവായതിനാൽ അച്ചടക്ക നടപടിയൊന്നും ബാധകമല്ല എന്നാണ് പോലീസിൽ നിന്ന് തന്നെയുള്ള ആക്ഷേപം.